ദേശീയപാതയിൽ വിള്ളലുണ്ടായതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മാത്രമോ എന്നാണ് ചോദ്യം. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ദേശീയപാതയിൽ ഒരു തകരാറുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മാത്രമാണോ എന്നൊരു ചോദ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ദേശീയപാത പൂർണ്ണമായും, ഞാൻ ആവർത്തിക്കുന്നു, ദേശീയപാതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, അതിൻ്റെ സാങ്കേതികമായ എല്ലാ വിഷയങ്ങളും നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട 7th ഷെഡ്യൂളിൽപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല, ചട്ടനിർമ്മാണം നടത്താൻ കഴിയില്ല, ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെ ഏൽപ്പിക്കാൻ കഴിയില്ല, DPR നടത്താൻ കഴിയില്ല, അലൈൻമെൻറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ കരാറുകാരനെ ഡീബാർ ചെയ്യാൻ കഴിയില്ല, ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെതിരെ കേസെടുക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. പിന്നെന്താ അല്ല, ഇനി എന്താണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന് കഴിയുക എന്നതാണല്ലോ ചോദ്യം. നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഓരോന്നിനായിട്ടുള്ള മറുപടി കൂടി ഞാൻ പറയാൻ ശ്രമിക്കാം. അതിലൊന്ന്, പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്ര വലിയ രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞത്? എന്ത് ഉത്തരവാദിത്വമാണ് പറഞ്ഞത്? ഉത്തരവാദിത്വമുണ്ട് സാർ ഈ സംസ്ഥാന സർക്കാരിന്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഓഫീസ് അടച്ച് പൂട്ടിയിട്ട് പോകുമ്പോൾ ആ ഓഫീസ് തുറന്ന് 45 മീറ്ററിൽ ഈ ദേശീയപാത നിർമ്മാണം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം, അതിന് ഇനിഷ്യേറ്റീവ് എടുത്തതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനാണ്, പിണറായി സർക്കാരിനാണ്. ഉത്തരവാദിത്വം നമ്പർ 1. ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ പോലും UDF അക്കാലത്ത് ഉയർത്തിയ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. 30 മീറ്റർ മതി, 45 മീറ്റർ വേണ്ട എന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡം 45 മീറ്റർ. ഇതൊരു ദേശീയ പരിയോജന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റാണ്. കേരളത്തിൽ മാത്രം 30 മീറ്റർ ആക്കാൻ കഴിയില്ല എന്നതാണ് NHAIയുടെ മാനദണ്ഡം. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എന്താ പറഞ്ഞത്? അന്ന് 30 മീറ്റർ മതി. അന്നും 45 മീറ്റർ വേണം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് CPM എന്നാണ്. ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ 45 മീറ്ററിൽ 4 ലൈൻ 6 ലൈൻ ദേശീയപാത കൊണ്ടുവരുന്നതിൻ്റെ ഉത്തരവാദിത്വം, ഇനിഷ്യേറ്റീവ് എടുത്തതിൻ്റെ ഉത്തരവാദിത്വം ഇടതു സർക്കാരിനാണ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ താമസം കൂടാതെ നടത്തി എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം, അതും ഇടതുപക്ഷ സർക്കാരിനാണ്. മൂന്നാമത്തെ ഉത്തരവാദിത്വം നമ്പർ 3 കേൾക്കണം സ്മൃതി, 25% അധിക പിഴ കൊടുക്കേണ്ടി വന്നു. ആരുടെ ഉത്തരവാദിത്വമാണ്? ഇടതു സർക്കാർ കൊടുക്കേണ്ടി വന്നു. ആര് കൊടുക്കാതിരുന്നതുകൊണ്ട്, ആര് കൃത്യസമയത്ത് ദേശീയപാത വികസനം നടത്താൻ തയ്യാറാകാഞ്ഞതുകൊണ്ട്, UDF സർക്കാരിൻ്റെ കാലത്ത് കൃത്യസമയത്ത് ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടത്താൻ പറ്റാത്തതുകൊണ്ട് പിഴയൊടുക്കേണ്ടി വന്നതിൻ്റെ ഉത്തരവാദിത്വം അത് LDF സർക്കാരിനുള്ളതാണ്. ഉത്തരവാദിത്വം നമ്പർ 3. ഉത്തരവാദിത്വം നമ്പർ 4, ഇതുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളിലുമുള്ള മറ്റ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രെച്ചിൽ പോലും, അങ്ങ് തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ഒരു സ്ട്രെച്ചിൽ പോലും ഒരു കരാർ കമ്പനിയോ നിതിൻ ഗഡ്കരിയോ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ഏകോപനം ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദേശീയപാതയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവാദിത്വമുണ്ട്, ഏറ്റെടുത്തു. ഭൂമി ഏറ്റെടുക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഏകോപനം നടത്തി, ഏറ്റെടുത്തു. അതും നിരവധി എതിർപ്പുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആ എതിർപ്പുകളെയെല്ലാം കൃത്യമായി കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഏകോപനം നടത്തി. അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ തുകയുടെ 25%, ഏകദേശം 5580 കോടി രൂപ, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും കൊടുത്തിട്ടില്ലാത്ത അത്രയും തുക കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി. ഉത്തരവാദിത്വമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സഹകരണം ഉണ്ടായത് എവിടെയാണ്? ഈ ജോയിന്റ് സൈറ്റ് വിസിറ്റ് ഇൻസ്പെക്ഷനാണ്. ഇവിടെയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അലൈൻമെന്റ്, ഇനി കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? ഇത്രയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായത്? 25% പിഴ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പിഴ കൊടുത്തതിലാണോ വീഴ്ചയുണ്ടായത്? ഭൂമി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഭൂമി ഏറ്റെടുത്ത് കൃത്യസമയത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയപ്പോഴാണോ വീഴ്ചയുണ്ടായത്? ഇതിലെവിടെയാണ് വീഴ്ചയുണ്ടായത്? വീഴ്ചയുണ്ടായ ഒരു പോയിന്റ് പറയൂ. അപ്പോൾ പറയുന്നത് എന്താ? ഫ്ലെക്സ് വെച്ചു, എങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഫ്ലെക്സ് വെച്ചത് എന്താ? എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞത്? ഇത് UDF സർക്കാരിൻ്റെ കാലത്ത് പൂട്ടിക്കെട്ടിപ്പോയ ഒരു പ്രോജക്റ്റാണ്. ആ പൂട്ടിക്കെട്ടിപ്പോയ പ്രോജക്റ്റ് വീണ്ടും ജീവൻ വെച്ചതിൻ്റെ ഉത്തരവാദിത്വം അത് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് ഒരു വലിയ തരത്തിലുള്ള ഈ സത്യാനന്തര കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും ആരോപണങ്ങളും വരുന്നത്. ഇത് പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ഏത്? ദേശീയപാത വികസന അതോറിറ്റിയുടെ കീഴിൽ KNR എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ട്രെച്ചിലെ മണ്ണിടിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പറയുന്നവരുടെ തലയ്ക്കുള്ളിൽ എന്താണെന്ന് എനിക്ക് അത്ഭുതപ്പെടുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നോക്കൂ, ഈ വിഷയത്തിൽ ഹൈക്കോടതി ഒരു വിശദീകരണവും നോട്ടീസും അയച്ചിരിക്കുന്നത് ആർക്കാണ്? ഈ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ആരോടാണ്? സംസ്ഥാന സർക്കാരിനോടാണോ?
സ്മൃതി, എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിൽ ഉത്തരവാദിത്വം ആർക്കാണ്? അവർക്കല്ലേ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെടുക. UDF കാലത്ത് എന്തുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണം നടക്കാതെ പോയത്? എന്താണ് നടക്കാതെ പോയത്? 30 മീറ്ററിൽ ഒതുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കോമ്പൻസേഷൻ നടക്കാതെ പോയത് ജനങ്ങളുടെ പ്രതിഷേധം, ജനങ്ങൾ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതുകൊണ്ടാണ് കൊടുക്കുന്നില്ല. ഇവിടെ നോക്കൂ, എടപ്പള്ളിയിൽ അടക്കം 1 സെന്റിന് 20-ഉം 30-ലും ലക്ഷം കൊടുക്കുന്ന കോമ്പൻസേഷൻ പാക്കേജ് വന്നു. ആ പാക്കേജിന്റെ ബലത്തിലാണ് ഈ സർക്കാർ ഇത് കൊടുത്തത്. അന്നത് നടപ്പിലാക്കാൻ എന്താ ഉമ്മൻചാണ്ടി സർക്കാരിന് ധൈര്യമില്ലാതെ പോയത്? വലിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ മറികടക്കുമ്പോഴല്ലേ സർക്കാർ ഉണ്ടാവുക. നിങ്ങൾ പ്രതിഷേധത്തിന് മുന്നിൽ കീഴടങ്ങിയാൽ കഴിഞ്ഞില്ലേ? ഇന്നിപ്പോൾ എന്റെ സംശയമല്ല, ഇന്ന് UDF സർക്കാരായിരുന്നെങ്കിൽ ഇന്ന് ഈ ദേശീയപാതയുടെ അവസ്ഥ എന്താ? ഇന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിൽ ഇതേ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമുടക്കുമോ? മടക്കില്ല. അതാണ് LDF സർക്കാരിൻ്റെ ഒരു മേന്മയായി ഞാൻ പറയുന്നത്. ഞാൻ ഈ വിഷയത്തിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളുണ്ട്. അത് മാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്രയും വ്യക്തമായി പറയുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്ന ഏജൻസിയുടെ പേര് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം 0. അതിലൊരു നിയന്ത്രണവുമില്ല. ഏതെങ്കിലും തരത്തിൽ അലൈൻമെൻറ്റ് തയ്യാറാക്കാനോ കൺസൾട്ടൻസി കൊടുക്കാനോ DPR തയ്യാറാക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ യൂണിയൻ മന്ത്രി പറയുന്നത് പോലെ, സഹമന്ത്രി പറയുന്നത് പോലെ, സുരേഷ് ഗോപി പറയുന്നത് പോലെ DPR1, DPR2, DPR3 ഇത് അട്ടിമറിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കണം. സ്വന്തം വകുപ്പ് മന്ത്രിക്കെതിരെ ഈ സുരേഷ് ഗോപി സംസാരിച്ചിരിക്കുക. നിതിൻ ഗഡ്കരിയുടെ വകുപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് DPR തയ്യാറാക്കുന്നത്. ആ DPR തയ്യാറാക്കിയതിന് ശേഷമാണ് അലൈൻമെൻറ്റ് പോകുന്നത്. അലൈൻമെൻറ്റിന് പോയതിന് ശേഷമാണ് ഇതിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത്. ടെൻഡർ നടപടികൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ കൺസൾട്ടൻസിയും ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനിച്ച് അതിൻ്റെ EPC അടക്കമുള്ള മറ്റു ലൈസൻസുകൾ, മറ്റ് കരാറുകൾ കൊടുക്കുന്നത്, കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്. ഇതിലെവിടെയെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ടോ? എവിടെയെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക, ഇതിന് ഇനിഷ്യേറ്റീവ് ചെയ്ത് കൊടുക്കുക, അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതല്ലാതെ അതുണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് NHAയോടാണ്, സംസ്ഥാനത്തെ PWD അല്ല എന്നുള്ളത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് എന്താണ്? അല്പസമയം മുമ്പ് നമ്മുടെ ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്തത് എന്താ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ഏതാണ്? ഉപരിതല ഗതാഗത വകുപ്പ്, നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര വകുപ്പിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പ്രസ് റിലീസാ. എന്താ പ്രസ് റിലീസ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക്. എന്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? അടിമണ്ണിന് ബലക്ഷയമുണ്ട് എന്നുള്ളത് കമ്പനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അടിമണ്ണിന് ബലക്ഷയമുണ്ടായാൽ എന്താ സംഭവിക്കുക? മുകളിലേക്ക് ഭാരമേറിയ വസ്തുക്കളോ മണ്ണോ വന്ന് വീഴുമ്പോൾ അടിഭാഗത്തെ മണ്ണ് ഇളകി മാറും. ഇതിനെയാണ് ഹീവിംഗ് എന്ന് പറയുന്നത്. ഈ ഹീവിംഗ് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയത് PWD ചുമതലയാ? ഇതിൽ DPR തയ്യാറാക്കിയത് PWDയാ? ഇവിടെ വേണ്ടത് എംബാക്ക്മെൻറ്റ് വേണം എന്ന് തീരുമാനിച്ചത് PWDയാ? ഇത് തീരുമാനിച്ചത് അലൈൻമെൻറ്റ് തീരുമാനിച്ചത് PWDയാ? എന്ത് ഉത്തരവാദിത്വത്തിലാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് DPR അട്ടിമറിച്ചുവെന്ന്? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? NHA അട്ടിമറിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? DPR ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ DPR തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സംസ്ഥാന സർക്കാരിനെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടെ തെറ്റുപറ്റിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സുരേഷ് ഗോപി പിൻവലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഒരു കാര്യം. ഇപ്പോൾ ആ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. അടിമണ്ണിനുള്ള ബലക്ഷയം തിരിച്ചറിയാൻ KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് കഴിയാതെ പോയി. അടിമണ്ണ് ബലപ്പെടുത്താൻ കഴിയാതെ പോയി KNR കൺസ്ട്രക്ഷൻസിന്. എങ്ങനെയാ ഈ തീരുമാനത്തിലേക്ക് NHA എത്തിയിരിക്കുന്നത്? മിനിസ്ട്രി എങ്ങനെ എത്തിയിരിക്കുന്നത്? കേന്ദ്ര മന്ത്രാലയം എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ IIT പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള 3 അംഗ എക്സ്പേർട്ട് സംഘം പരിശോധിച്ചു. ഈ പ്രദേശത്ത് എന്താണ് സംഭവിച്ചത്? അടിമണ്ണിനുള്ള ബലക്ഷയത്തെക്കുറിച്ച് അവർ പറഞ്ഞു. ഇവിടെ ഒരു തരത്തിലും സോയിൽ നെയിലിംഗ് നടക്കില്ല, അല്ലെങ്കിൽ സോയിൽ നെയിലിംഗ് നടത്തണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള എംബാങ്ക്മെൻറ്റിന് മുമ്പായിട്ടുള്ള ശാക്തീകരണം നടക്കണം. അങ്ങനെ ബലപ്പെടുത്തുന്നത് നടത്താതെയാണ് നടത്തിയിരിക്കുന്നത്. ഒടുവിൽ KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി സമ്മതിച്ചിട്ടില്ലേ? ഇപ്പോൾ KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി തന്നെ അത് സമ്മതിച്ചു. അവിടെ ബലക്ഷയം നടത്തിയില്ല. കാരണം മഴ പെയ്യുന്നതിന് മുമ്പാണ് അവിടെ ഞങ്ങൾ എംബാങ്ക്മെൻറ്റിനുള്ള സംവിധാനം ഒരുക്കിയത്. അതുകൊണ്ട് അടിമണ്ണ് ബലപ്പെടുത്താൻ കഴിയാതെ പോയെന്ന് അതേ ഉത്തരവാദിത്തമുള്ള കമ്പനി തന്നെ സമ്മതിച്ചില്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും PWDയെയും ഇടത് സർക്കാരിനെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയും ഇതിലേക്ക് വലിച്ചൊഴിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എൻ്റെ വാദം ഇതാണ്. നിലവിൽ പ്രൊജക്ട് മാനേജറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കൺസൾട്ടൻസി ടീം ലീഡറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും NHAയുടെ കീഴിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന KNR എന്ന് പറയുന്ന കമ്പനിക്കാണ്. ആ KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെ തുടർന്ന് 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ NHAയുടെ ഒരു തരത്തിലുള്ള കരാറുകൾ ഏറ്റെടുക്കാനോ അതിൻ്റെ ടെൻഡർ കൊടുക്കാനോ ഇനി KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് കഴിയില്ല. അത് കൃത്യമായി നമ്മുടെ മുന്നിൽ വസ്തുത ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ, ഒരു സൂര്യനെ പോലെ നിൽക്കുമ്പോൾ അതിന് പുറത്ത് എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തുന്നത്? ഫ്ലെക്സ് വെച്ചില്ലേ? അവകാശവാദം ഉന്നയിച്ചില്ലേ? അവകാശവാദം ഉന്നയിച്ചത് NHA എൻ്റെ വകുപ്പാണെന്ന് പറഞ്ഞിട്ടാണ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇതാ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ചെയ്തിരിക്കും.
ഉണ്ടായിരിക്കുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? മന്ത്രി അതല്ലല്ലോ ജോയിന്റ് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്. മന്ത്രി എല്ലാ സമയത്തും അത് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിതാ ഓരോ വിവിധ വകുപ്പുകളിലെ റോഡിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യം, റോഡിൽ പോയിട്ട് സൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം വരുമെന്ന് മന്ത്രിയാണ് പറഞ്ഞത്. ജനങ്ങളെ കേട്ടു, ജനപ്രതിനിധികളെ കേട്ടു. ഒന്നാമത് കോമ്പൻസേഷൻ ആക്ട് വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ വലിയ നഷ്ടപരിഹാരം കൊടുത്തത്. കോമ്പൻസേഷൻ ആക്ട് വന്നത് LDF കാലത്താണ്. കോമ്പൻസേഷൻ ആക്ട് എന്താ ഈ പറയുന്നത്? കോമ്പൻസേഷൻ ആക്ട് ഇല്ല. അതുകൊണ്ടാണല്ലോ സമരം ചെയ്തത്, അതുകൊണ്ടാണല്ലോ 30 മീറ്ററിൽ ഒതുങ്ങിയത്, അതുകൊണ്ടാണല്ലോ ഇച്ഛാശക്തി ഇല്ലാത്തൊരു സർക്കാരിന് ഇത് പൂട്ടിപ്പോവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണല്ലോ കോമ്പൻസേഷൻ ആക്ട് വന്നത്. കോമ്പൻസേഷൻ ആക്ട് വന്നത് LDF സർക്കാരിന്റെ നേട്ടം. ആക്ട് വന്നതല്ലോ ഈ പറയുന്നത്. നഷ്ടപരിഹാരം, അത്ര വലിയ നഷ്ടപരിഹാരം ഈ ഭൂമി കൊടുത്തവർക്കൊന്നും ഒരു പരാതിയുമില്ലാതെ വന്നതുകൊണ്ടാണ് നല്ല തുക കിട്ടി. നല്ല തുക വന്ന എങ്ങനെയാണ്? കോമ്പൻസേഷൻ ആക്ട് വന്നുകൊണ്ടാണ്. അന്നത്തെ LDF പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്തായിരുന്നു? 30 മീറ്റർ വേണമെന്നോ 45 മീറ്റർ വേണോ? അല്ല, നഷ്ടപരിഹാരവുമായി കേൾക്കൂ, അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ ഭരണപക്ഷത്തിന്റെ നിലപാടൊന്ന്, 45 മീറ്റർ വേണം. അന്നത്തെ പ്രതിപക്ഷം UDFന്റെ നിലപാട് 30 മീറ്റർ മതി. അതിനെന്താ ന്യായീകരണം? ജനങ്ങൾ ആവശ്യപ്പെട്ടത് നടപ്പായത് നല്ല നഷ്ടപരിഹാരം പോയി. അതെങ്ങനെയാ ഒഴിവായത്? നോക്കൂ, ഈ 30 മീറ്റർ പരിഹസിക്കേണ്ട. ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇവിടുത്തെ ജനസാന്ദ്രതയും ഒക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഈ ദേശീയപാത വേണ്ട എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ വേണ്ടെന്ന് വെച്ചത്. ആർക്കാണ് ഇത്ര വേഗം പോകേണ്ടതെന്ന് ഈ KSRTCയിലും അതേപോലെ ട്രെയിനിലും തള്ളിക്കയറുന്ന നമ്മുടെ സാധാരണ പാസഞ്ചേഴ്സിനോട്, യാത്രക്കാരോടൊന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു MLA ചോദിച്ചിട്ടുണ്ടല്ലോ കേരളത്തിൽ, ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടതെന്ന് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എന്തുകൊണ്ടാ കൊക്കിനും ജീവനുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കില്ല? പറഞ്ഞതാരാ? തുരങ്കം പദ്ധതി നടപ്പിലാക്കില്ല കാര്യമാണ് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ പറഞ്ഞത്. അവനവന്റെ വീട്ടിന് മുന്നിൽ ഇത് അവനവന്റെ വീട്ടിൽ നിന്ന് കൃത്യമായ കോമ്പൻസേഷൻ കൊടുത്ത ആളുകൾ പോകാൻ തയ്യാറായി ക്യൂ നിന്ന് വരി നിന്ന് കോമ്പൻസേഷൻ പാക്കേജ് വാങ്ങിച്ചു പോയി. ആ പദ്ധതി നടപ്പിലാക്കിയതിന്റെ ആ അർത്ഥത്തിലുള്ള ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് എന്റെ വാദം. പക്ഷേ അതിന്റെ സാങ്കേതികമായിട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്വവും NHAയ്ക്കാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആ മുതൽ ഇക്ഷ വരെ. അപ്പോൾ ബാക്കി 2 ഉണ്ട്, ഇത്രയും ഇജ്ഞയും ഉണ്ട്. ഇത് രണ്ടും KNR എന്ന കൺസ്ട്രക്ഷൻസ് കമ്പനിക്കാണ് എന്ന് തന്നെയാണ് എൻ്റെ വാദം. ഇനി അതല്ലാതെ സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ DPRO, സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ അലൈൻമെൻറ്റോ, സംസ്ഥാന സർക്കാരിന് അത് എനിക്ക് മനസ്സിലാവാത്തതല്ല സ്മൃതി. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ ഈ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ KNR എന്ന് പറയുന്ന കമ്പനിയോട് PWDക്ക് എന്തെങ്കിലും നിർദ്ദേശിക്കാൻ പറ്റുമോ? നിർദ്ദേശിക്കാൻ പറ്റില്ല, പക്ഷേ ഓഫീസിൽ കാണാൻ പറ്റും. അല്ല, ആയിക്കോട്ടെ, ഉണ്ടല്ലോ. സ്വാഭാവികമായും നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിക്ക് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തെ ആളുകളുമായി സന്ദർശിക്കുന്നതിന് എന്താ തെറ്റ്? അത് എന്റെ ചോദ്യം ഇതാ, നിങ്ങൾ എവിടെ അങ്ങനെ സന്ദർശിക്കുന്നു, ആ കരാറുകാർക്കെതിരെ പലരും പരാതി പറയുന്നു. അങ്ങനെ പരാതി ഇത് ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് തന്നെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞാണ്. അതിലിപ്പോ രേഖ വെച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചർച്ചയിൽ ശ്രീ PV Anwar പറഞ്ഞതാണ്. PV Anwar ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ചിരിക്കാം, നേരത്തെ നല്ല ഗൗരവത്തിൽ എടുത്തിരുന്നു, ഇപ്പോൾ ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ PV Anwarനെ ഒന്നും ചിരിച്ച് കാണിച്ചതല്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ വസ്തുത, എൻ്റെ മുമ്പിലുള്ള വസ്തുത, ഇതിൻ്റെ കരാർ കൊടുത്തിരിക്കുന്നത് KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്കാണ്. ആ കമ്പനിക്ക് കരാർ കൊടുത്തത് സംസ്ഥാന സർക്കാരല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിലുള്ള NHA എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ആ NHAയ്ക്ക് മാത്രമേ KNR കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട കരാർ റദ്ദാക്കാനോ ഡീബാർ ചെയ്യാനോ DPRൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിക്കാനും കഴിയും. ഇത് സ്മൃതി യോജിക്കുന്നുണ്ടല്ലോ. സംസ്ഥാന സർക്കാരിനോ PWDക്കോ എന്തെങ്കിലും റോൾ ഇതിൽ ചെയ്യാനുണ്ടോ? ഇനി ഏതെങ്കിലും തരത്തിൽ മണ്ണ് നിങ്ങൾ അടിമണ്ണ് ബലപ്പെടുത്തുന്നില്ല എന്ന് ഒരേ സമയം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു കൺസൾട്ടൻസി വെച്ച് PWDക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാനും പറ്റില്ല. കാരണം എന്താ? ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമായതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ടാണ് കൺസൾട്ടൻസി NHA തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് കൺസൾട്ടൻസിയും DPRും അലൈൻമെന്റും NHA തീരുമാനിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു സേയും ഇല്ല. ഇതൊക്കെ ജനങ്ങളോടൊന്ന് നന്നായി കോടതി കൊടുത്തത് NHAയ്ക്ക്. ആയിക്കോട്ടെ, അതൊക്കെ സാങ്കേതികം, വളരെ ധാർമ്മിക ഉത്തരവാദിത്തം എന്നൊരു വാചകമുണ്ട്. ബടായി പറയുമ്പോൾ മാത്രമുള്ളതല്ല, ബടായി പറയുമ്പോൾ മാത്രം എല്ലാ ദിവസവും ബടായി പറയുന്നു. ഈ ധാർമ്മിക ഉത്തരവാദിത്വം ദേശീയപാത നിർമ്മാണത്തിൽ എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളിതാ എല്ലാ ദിവസവും ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്തം വളരെ കനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇത് കേൾക്കൂ, വിഴിഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാത നമ്മൾ കൊണ്ടുവന്ന വികസനം ഇത് പറയുന്നു. എല്ലാ ദിവസവും റീലിടുക, എല്ലാ ദിവസവും ഹോർഡിങ്സ് എല്ലാ സ്ഥലത്തും കാണുക, എല്ലാ
സ്ഥലത്തും ബൈറ്റുകളിൽ പ്രതികരിക്കുക. ദേശീയപാത നമ്മുടെ അഭിമാനം, ദേശീയപാത നമ്മൾ കൊണ്ടുവന്ന അഭിമാനം, ഇത് പറഞ്ഞിട്ട് അത് ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ എണ്ണി പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിൽ കൂടി വന്നപ്പോൾ എന്താ പ്രശ്നം അറിയോ? ആ ഇനിഷ്യേറ്റീവ് ഇതിന്റെ പ്രശ്നം എന്താ? ഈ റീലിൽ പറയുന്ന കാര്യങ്ങൾ, ബൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ, അത് അതിന്റെ മുഴുവൻ മേനിയും നടിച്ചുകൊണ്ട് അത് കുഴപ്പമുണ്ടാകുമ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ എല്ലാം അർത്ഥമില്ല. അത് കണ്ടെത്താനല്ലേ നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തി പറയുകയല്ലേ. എന്താ പറയുന്നത്? ഈ ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്തതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിനാണ് അല്ലെന്ന് എങ്ങനെ സ്മൃതി പറയും? ഈ പൈസ കൊടുത്തത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമല്ലേ? 5580 കോടി അത് കൊടുത്തുകൊണ്ടല്ലേ ഈ പ്രോജക്റ്റ് നടപ്പിലായത്. 25% കൊടുത്തില്ലേ? അപ്പൊ അതുണ്ട്. അപ്പൊ സമ്മതിക്കൂ. അപ്പൊ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റും. ഇനി പിന്നെ എന്താ പ്രശ്നം? റീൽസ് ഇട്ടതാണ് പ്രശ്നം. ശരി, റീൽസ് ഇടാൻ പാടില്ലായിരുന്നു, ഫ്ലെക്സ് ഇടാൻ പാടില്ലായിരുന്നു. ഇത് പ്രശ്നം കഴിഞ്ഞോ? റീൽസും ഫ്ലെക്സും ആണ് ഇവിടുത്തെ വിഷയം. ഈ പറഞ്ഞ 6000 കോടി നമ്മൾ കൊടുത്തു, നമ്മളിതാ ഭൂമി ഏറ്റെടുത്തു. ഒരു മിനിറ്റ്, ആ വസ്തുത മാത്രമല്ലല്ലോ ഈ പറയുന്നത്. റീൽസിലും ബൈറ്റിലും പറയുന്നത് അതല്ലല്ലോ, വലിയ അവകാശവാദമല്ലേ? നമ്മുടെ റോഡ്, നമ്മൾ നടപ്പാക്കുന്ന റോഡ്, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ്, ഞാൻ പോയി യോഗം ചെയ്യുന്ന റോഡ്, ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്ന റോഡ് എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ അതെല്ലാം തള്ളി ഞാനല്ല എന്ന് പറയുന്ന അർത്ഥമില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത റോഡെന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ റീൽസ് ഇട്ടതും ഫ്ലെക്സ് വെച്ചതുമാണ് സ്മൃതിയുടെ വിഷയമെങ്കിൽ എനിക്ക് അതിനോട് ഒന്നും പറയാനില്ല. അത് റീൽസും ഫ്ലെക്സുമാണ് കുഴപ്പം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരരുത്. ഇതിന്റെ ആത്യന്തികമായ പ്രശ്നം ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ നിരാശപ്പെടുത്തുന്ന NHAയിലെ ചില കോൺട്രാക്റ്റുകളാണ്. അതിന് പിന്നിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നീക്കി വരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.